ഇന്ന് പുറത്തു വന്ന രണ്ട് IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മ ഒരുപാട് കാലം മുംബൈ ടീമിൽ കളിച്ചു. പക്ഷേ താരത്തെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയപ്പോൾ രോഹിത് ശർമ്മ ഡൗൺ ആയിരിക്കുകയാണ്. രോഹിത് ഇന്ത്യൻ T20 ടീമിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ T20 വേൾഡ് കപ്പ് കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ഇന്ത്യയുടെ T20 ടീമിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതുമാത്രമല്ല, ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ചതുകൊണ്ട് തന്നെ ഇനി രോഹിത് ശർമ്മ IPL-ലും കളിച്ചേക്കില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇത് രോഹിത്തിന്റെ അവസാനത്തെ IPL ആകാനും സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. രാജസ്ഥാനാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത്. 14 പോയിന്റ് അവർ ഓൾറെഡി നേടിക്കഴിഞ്ഞു. ഇതുവരെ ഒരു മാച്ചിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. ഇപ്രാവശ്യം രാജസ്ഥാൻ ഉറപ്പായിട്ടും ഫൈനലിലെത്തും. അതിന് കാരണമെന്ന് പറയുന്നത് ടേബിൾ ടോപ്പർ ആകുന്ന ടീമിന് പ്ലേ ഓഫിൽ 2 മാച്ച് കിട്ടും. അതിലെ ഒരെണ്ണത്തിൽ മാത്രമേ ജയിക്കേണ്ടതുള്ളൂ. അവർക്ക് ഡയറക്റ്റ് ഫൈനലിലെത്താം. അതുകൊണ്ട് ഇപ്രാവശ്യം ടേബിൾ ടോപ്പർ ആവുന്നത് രാജസ്ഥാൻ തന്നെയായിരിക്കും. അതിലാർക്കും തന്നെ സംശയമില്ല. അതുകൊണ്ട് രാജസ്ഥാൻ ടീം ഡയറക്റ്റ് ഫൈനലിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന് അത് ലോട്ടറി തന്നെയാണ്. സഞ്ജുവിനെ ഫൈനലിൽ ജയിച്ചാൽ ഈസി ആയിട്ട് കപ്പ് നേടാം. നിലവിലെ അവസ്ഥ വെച്ച് രാജസ്ഥാൻ ടീം 100% ഫൈനലിലെത്തും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.